സൺറൂഫുള്ള വാഹനം മതി. കാരണം അതാണ് ഇപ്പോഴത്തെ സ്റ്റൈല്, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്നുള്ള രീതി നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. ശരിക്കും സൺറൂഫുള്ള വാഹനം സേഫാണോ? സേഫ്റ്റിക്ക് കുറവൊന്നും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ സൺറൂഫ് ശരിക്കും ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, സൺറൂഫ് ഉള്ള വാഹനം എടുക്കണോ സൺറൂഫ് ഇല്ലാത്ത വാഹനം എടുക്കണോ? ഏതായാലും ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നൊരു സൺറൂഫ് ഉള്ള വാഹനമാണ്. ഞാൻ തൽക്കാലം അടച്ചിട്ടു. അപ്പോൾ സൺറൂഫ് ഉള്ള വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ വൈകിട്ട് സമയത്തൊക്കെ, ഈ ഉച്ച സമയത്തൊക്കെ നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വൈകിട്ട് സമയത്ത് കുറച്ച് തുറന്നിട്ട് നല്ല പുറത്തുള്ള കാറ്റൊക്കെ കയറി ഇറങ്ങി പോകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ വരുന്നൊരു കുഴപ്പം എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ഇത് അധികം ശ്രദ്ധിക്കാറില്ല, പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിക്കെങ്കിലും മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ തുറന്നിടും. അന്നേരം വെള്ളമൊക്കെ ഇറങ്ങി പോകാനുള്ള പാസേജ് വളരെ കൃത്യമായിട്ട് 4 പൈപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ബ്ലോക്കായി തുടങ്ങിയാൽ, പൊടിയോ കാര്യങ്ങളൊക്കെ കയറി ബ്ലോക്കായി കൃത്യമായിട്ടുള്ള സർവീസ് അല്ല ചെയ്യുന്നതെങ്കിൽ, ഇതൊക്കെ ബ്ലോക്കായി കഴിയുമ്പോഴത്തേക്കും ഭാവിയിൽ പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. 1, നെഗറ്റീവ് അടിക്കുകയല്ല, ജസ്റ്റ് ഞാൻ അതിൻ്റെ കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. 2, പിള്ളേരൊക്കെ ഇതിൻ്റെ മേളിലോട്ട് കയറിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കയറിയിരുന്ന് തല വെച്ചിങ്ങനെ നോക്കുന്നത്. കാരണം തലയുടെ ഒരു പോർഷൻ മാത്രം വെക്കാൻ പറ്റുള്ളൂ, ദേഹം ഫുൾ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട്. പിന്നെ അല്ലെങ്കിലും അങ്ങനെ ചേരുന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ കഴുത്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേക്കും സഡനായിട്ട് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി ബ്രേക്ക് ചെയ്യാനുള്ള, അവരത് ശ്രദ്ധിക്കണമെന്നില്ല, ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യത്തിൽ ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പിള്ളേരുടെ കഴുത്ത് ചെന്ന് നേരെ ഇങ്ങോട്ടോ, അഥവാ നമ്മൾ ഈ വാഹനം അങ്ങോട്ടോ ഇങ്ങോട്ടോ വീശുന്ന സമയത്ത് സൈഡിലോട്ട് ചെന്ന് ഇവിടെയോ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് കോഷനായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ, നെഗറ്റീവായിട്ട് എടുക്കണ്ട. പക്ഷേ ഇങ്ങനെയൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ സൺറൂഫുള്ള വാഹനം ഏതാണ്, അതെടുക്കാം എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വരുന്നൊരു നെഗറ്റീവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റ് ഞാൻ എൻ്റെ നെഗറ്റീവ് സൈഡൊന്ന് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. പേടിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. ഇത് ചിന്തിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിങ്ങളുടെ കമൻസും കൂടെ എനിക്ക് ആവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടോ, അല്ല അങ്ങനെയല്ല, എന്നാൽ ഇതുകൊണ്ട് ഗുണം മാത്രം നമുക്കുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ഇട്ടോളുക. അപ്പം എല്ലാവർക്കും നന്ദി.